അർച്ചനയോ? അതാരാ? അർച്ചനയെ അന്വേഷിച്ചെത്തുന്ന വിശ്വനാഥനോട് രാജപ്പനെ അറിയില്ല എന്ന് കള്ളം പറയുന്ന കാർത്തിയായിനി. അല്ല, നിങ്ങളാരാ? ഞാനൊരു കള്ളം പറഞ്ഞതാ സാറേ. അർച്ചന ഗർഭിണിയായിരുന്നില്ലെന്ന് വിശ്വനാഥനോട് പറയുന്ന രാജപ്പൻ. ആംബ്രോസിന്റെ പേരില ഈ വീടിന്റെ അഗ്രിമെന്റ്. അർച്ചനയെ തേടി രാജപ്പൻ വീണ്ടും കാർത്തിയായനിയുടെ അടുത്തെത്തുന്നു. രാത്രി മഴ തുടരുന്നു. താൻ ഇവിടെ കൊണ്ടുവന്നാക്കിയ പെണ്ണിനെ അവകാശി വന്ന് കൊണ്ടുപോയി. ഏത് അവകാശം അവൾക്ക്? അവളെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുത്തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് മറന്നുപോയോ? ഇന്നലെ ചെവള വന്ന് അവളെ കൊണ്ടുപോയി. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. എന്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം അങ്ങ് മാറും. തല്ലണമെങ്കിലേ തന്റെ വീട്ടിൽ പോയി തല്ലണം. അർച്ചന എന്റെ കയ്യിലില്ല. അവളെ ചെവള കൊണ്ടുപോയെന്ന് പറഞ്ഞത് സത്യമാ. താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. പിന്നെ SP-യുടെ മുന്നിൽ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞതേ എന്റെ തടി രക്ഷിക്കാനാ. നീ അവളെ ഇവിടുന്ന് മാറ്റിയതാണെന്ന് എനിക്കറിയാമടി. വഴിക്ക് വെച്ച് ആംബ്രോസിനെ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞ നീ അവളെ സ്ഥലം മാറ്റിയത്. എന്നാ അങ്ങനെ തന്നെ ഞാൻ അവളെ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി. കാർത്തേനി, നീ കളിക്കുന്നത് രാജപ്പനോടാ. നിന്നെ ബാക്കി വെച്ചേക്കലി ഞാൻ. അർച്ചനയെ കണ്ടുപിടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ ഒന്നിനെ പോലും അവർ ബാക്കി വെച്ചേക്കില്ല. എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തിയാ. നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കലടി. നിന്നെ തീർത്തിട്ടേ ഞാൻ ഈ നാട് വിടും. ചെവള കൊണ്ടുപോയ പെണ്ണിനെ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? നിങ്ങൾ അവളെ SP-ക്ക് പിടിച്ചു കൊടുക്കുമെന്ന് അവൻ അറിയായിരുന്നു. അതാ അവൻ കൊണ്ടുപോയത്. ഒരു മുഴ മുമ്പേ അവൻ എറിഞ്ഞു. ഞാനിത് വിശ്വസിക്കലടി. വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആംബ്രോസിന്റെ വിളി വന്നാലുടനെ ഞാൻ അവളെ എങ്ങോട്ട് മാറ്റാനാ? ആംബ്രോസ് ഇല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അർച്ചന എന്റെ നിങ്ങളുടെയും കൈവിട്ടു പോയി. നിങ്ങൾ ഇനി കുടുംബത്തെ കൂട്ടി നാട് വിട്ടു പോകാൻ നോക്കും. അതാ നല്ലത്. നിന്റെ ഉപദേശം കയ്യിലിരിക്കലടി. എനിക്കറിയാം നിന്റെ കൺട്രോളിൽ തന്നെ അവളുണ്ട്. ഞാൻ നിന്നെ ഏൽപ്പിച്ച പെണ്ണിനെ എനിക്ക് തിരിച്ചു കിട്ടണം. അതാ ഞാനിപ്പോ ചോദിക്കുന്നേ. താൻ പോയി തന്റെ പണി നോക്കും. ഞാനിപ്പോ പോവാടി. പക്ഷെ നീ ഓർത്തു വെച്ചോ, നിന്റെ അന്ത്യം അവള് കാരണമായിരിക്കും. എന്റെ അന്ത്യമല്ല, തന്റെ അന്ത്യമാ നടക്കാൻ പോകുന്നത്. ഇറങ്ങിപ്പോടും. തനിക്കിപ്പോഴും കാർത്തിയായനി ആരാന്ന് മനസ്സിലായിട്ടില്ല. നീ അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ അവളെ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ തമ്മിലുള്ള കണക്കും തീർക്കും. നീ കാത്തിരുന്നോടി. അമ്മ വലിയ ടെൻഷനിലാണല്ലോ. ഒന്നുമില്ല മോളെ, അതമ്മ വെറുതെ പറയുന്നതാ. മുഖം കണ്ടാൽ അറിയില്ലേ? അച്ഛൻ അവിടേക്ക് പോയിരിക്കുകയാണല്ലേ. അമ്മയുടെ ടെൻഷന്റെ കാരണം അതാണെന്ന് എനിക്കറിയാം. അച്ഛന് പോകാതിരിക്കാൻ കഴിയില്ലെന്നും എനിക്കറിയാം. അത് മോളെങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോ എങ്ങനെ അന്വേഷിച്ചു പോവാതിരിക്കും? പോയിട്ട് അച്ഛൻ വിളിച്ചോ? ഞാൻ പലവട്ടം ട്രൈ ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫാ. ഏട്ടനെ വിളിച്ചിട്ട് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഇല്ല, എന്തോ വലിയ വിഷയമുണ്ട്. അല്ലെങ്കിൽ ഏട്ടൻ എന്റെ കോൾ എടുക്കാതിരിക്കില്ല. അവരവിടെ എത്തിയിട്ടില്ലെങ്കിലോ? അത് രാവിലെ പോയതല്ലേ, തിരിച്ചു വരാനുള്ള സമയവും കഴിഞ്ഞു. ഒരുപക്ഷെ മോള് പറഞ്ഞതുപോലെ എന്തെങ്കിലും ചീറ്റിംഗ് ആയിരിക്കോ? അമ്മയ്ക്കിപ്പോഴും സുധി പറഞ്ഞത് കള്ളമാണെന്ന് വിശ്വസിക്കാനാ ഇഷ്ടം. അവർ അബോർട്ട് ചെയ്തെന്ന് തന്നെ ഉറപ്പിച്ചു പറയും. ചീറ്റ് ചെയ്തെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അതും വിശ്വസിച്ച് അച്ഛനെങ്ങ് തിരിച്ചു പോരും. അതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. എങ്കിൽ ഏട്ടനൊന്ന് ഫോൺ എടുത്തൂടെ?
ആ വിവരം പറയാലോ. ഓ, എന്റെ പേടി അതൊന്നും അല്ല മോളെ. അവിടെ ചെന്നപ്പോ രാജപ്പൻ കബളിപ്പിച്ചതാണെന്ന് മനസ്സിലായി കാണും. ശ്ശോ, എങ്കിൽ വിശ്വേട്ടൻ അയാളെ ജീവനോടെ വെച്ചേക്കില്ല. ഓ, അവിടെ എന്താ സംഭവിച്ചെന്ന് ഒരു നിശ്ചയമില്ലല്ലോ എന്റെ ഈശ്വര. അളിയൻ വീട്ടിലേക്ക് ചെല്ലേ. ജയന്തി എന്നെ വിളിച്ചോണ്ടിരിക്കുക. അളിയൻ ഫോൺ എടുക്കാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് മറുപടി പറയാനാ? നടരാജൻ ഇപ്പോൾ അവളോടൊന്നും പറയണ്ട. മകന്റെ വിധി അറിയാൻ കാത്തിരിക്കുക അവള്. അവൻ എന്നോടുള്ളത് ശത്രുതയാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഇതെനിക്കൊരു വലിയ അടിയായി. പെരുമ്പടപ്പ് കുടുംബം ഇല്ലാതെ ആവുമല്ലേ നടരാജ? എന്റെ കുടുംബത്തിനൊരു അവകാശം ഇല്ലാതെ ആവുന്നു. ആ തിരിച്ചറിവിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? എന്റെ പേടി നിരഞ്ജനെ ഓർത്ത. അവളെ സ്തുതിക്കൊപ്പം നിർത്തണം. ഇനി എത്ര കാലം അവരുടെ ബന്ധം തുടരാനാ? അധിക കാലമൊന്നും അത് നീണ്ടു പോവില്ല. അതും ശരിയാ. ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹം ഏത് പെണ്ണിനല്ലാത്തത്? ഉണ്ണിത്തൻ മകളെ സുതിയിൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കും. 2 കുടുംബങ്ങളാ അന്യം നിന്ന് പോകുന്നത്. അവർക്കും നിരഞ്ജന ഏക മകളാ. വല്ലാത്തൊരു പരീക്ഷണമായി പോയി. ജയന്തി പിന്നെയും വിളിക്കുക. അളിയൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് അവളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അളിയൻ പരിധി കൂടുതൽ കഴിച്ചു കഴിഞ്ഞു. വാ, ഞാൻ കൊണ്ടുവിടാം. നടരാജൻ പോയിക്കോ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. അർച്ചനേച്ചി, എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ കാർത്തു ചേച്ചി വന്നില്ല മോളെ. രാത്രി റെയ്ഡ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ വിളിക്കാത്തത്. ഇന്നിനി അർച്ചന ചേച്ചി അങ്ങോട്ട് പോകണ്ട. അയ്യോ മോളെ, അത് പിന്നെ എന്റെ അമ്മയെ അർച്ചന ചേച്ചി കണ്ടതല്ലേ. അമ്മയ്ക്ക് അർച്ചന ചേച്ചി ഇഷ്ടായി. എന്തിനാ കാർത്തിയാനിയുടെ വീട്ടിൽ വന്നതെന്നാ അമ്മ ചോദിക്കുന്നെ. ഇന്നിനി ഇവിടെ താമസിക്കാൻ അമ്മ തന്നെയാ പറഞ്ഞത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ മോളെ? ഒരു രാത്രി ചേച്ചി ഇവിടെ കഴിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? ഇവിടെ കഴിയുന്നത് കൊണ്ട് ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നാതിരുന്നാ മതി. നിന്റെ സ്നേഹം കാണുമ്പോ ഞാൻ എന്റെ ഇളയ അനിയത്തിയെ ഓർക്കുന്നത്. എന്റെ പ്രായമാണോ ചേച്ചി? അതെ. പിന്നെന്താ വീട്ടുകാരായിട്ട് പിണങ്ങിയത്? ചേച്ചിനോട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. പ്രേമിച്ച് വിവാഹം കഴിച്ചതാണോ നിങ്ങൾ? പിന്നെ വീട്ടിൽ പോയിട്ടേ ഇല്ല? വീട്ടിലേക്ക് ഇനി പോകാൻ പറ്റില്ല മോളെ. അർച്ചനീച്ചയുടെ കഥ പെട്ടെന്നൊന്നും പറഞ്ഞ തീരില്ല. ഒന്നും ഓർക്കാനും ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല മോളെ. ഇത് വച്ചോ. ചേട്ടാ പിടിപിടി ചേട്ടാ. ഞാൻ അത്ര ഫിറ്റൊന്നുമല്ലടാ. ചേട്ടൻ പിടിയൊന്ന് വിട്ടെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. കുടിക്കുമ്പോ ഒരു പരിധി വേണം. നാണമില്ലല്ലോ ഓട്ടോയും പിടിച്ചു വരാൻ. ഒന്ന് പിടിക്കടി, ചെറിയൊരു അപകടം പറ്റി. അച്ഛൻ വീണോ? വീണു മോളെ. വീഴ്ചയെന്ന് പറഞ്ഞാ അതൊരു വലിയ വീഴ്ചയാ. മുന്നില് ഒരു ചതിക്കുടി ഉണ്ടെന്ന് കാണാതെ പോയി. നീ ഒന്ന് പിടിക്ക്. കുറച്ച് നടന്നാ ശരിയാവും. ഓട്ടോയില് ഒടിഞ്ഞു മടങ്ങി ഇരുന്നിട്ടാ. അച്ഛനൊന്ന് വന്നേ. വീണ്ടും മോളെ, അച്ഛന് കുഴപ്പമൊന്നുമില്ല.
ഓ വന്നു വന്ന് ഈ പരുവത്തിലായോ? അയ്യോ. ഓട്ടോക്കാരൻ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയോടി. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണണം. നീ കാണാൻ പോകുന്നവളോടെ. ഇത് വലിയ നാണക്കേട് തന്നെ. കുടിക്കണമെങ്കിൽ അച്ഛന് വീട്ടിൽ കൊണ്ടുവച്ച് കുടിച്ചാ പോരെ. അച്ഛൻ കൂടുതലൊന്നും കുടിച്ചിട്ടില്ലടി മോളെ. ശരീരത്തിന്റെ വേദന പോകാൻ വേണ്ടി ഒരു പൈൻറ്റേ കഴിച്ചിട്ടുള്ളൂ. നീ ഒന്ന് വിടറി മോളെ. എന്റെ ദൈവമേ, ദേ ഇവിടെയൊക്കെ ചതഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛൻ ആരോടെങ്കിലും തല്ലിന് പോയോ? രാജപ്പനോട് ആരാടി തല്ലാൻ വരുന്നേ? പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ? അത് പിന്നെ ഒന്ന് വീണതാടി. വീണത് മുഖം അടിച്ചായി പോയി. ഇടയ്ക്കിടയ്ക്ക് ഒരു വീഴ്ച നല്ലതാ. എണീക്കുമ്പോ ഒരു കരുതലുണ്ടാവും. ഇനി മുന്നിലെ കുഴി നോക്കിയേ രാജപ്പൻ നടക്കൂ. നിങ്ങൾ എവിടെയാ വീണത്? വണ്ടി ഒതുക്കിയിട്ട് വരുന്ന വഴിക്കാടി. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയോ? അതിനും മാത്രം ഒന്നും ഇല്ലടി മോളെ. ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി. എടി ശ്യാമളെ, നീ പോയി കുറച്ച് വെള്ളം ചൂടാക്കിത്താ. നിങ്ങളൊന്ന് വരാൻ വേണ്ടി കാത്തിരുന്നതാ ഞാൻ. നാളെ നമുക്ക് അർച്ചനെ ഒന്ന് കാണാൻ പോണം. ഈ കാര്യത്തിൽ നിങ്ങൾ മറുത്തൊന്നും പറയരുത്. ഞാൻ കുറച്ച് എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതെടുത്ത് നീ നിന്റെ മക്കളും കൂടി അങ്ങോട്ട് കഴിച്ചോണ്ടാ മതി. ഞാൻ അവളെ കാണാൻ പോയ നിങ്ങൾക്ക് എന്താ? ഈ വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞ പെണ്ണ അവള്. അവളെ കൊണ്ട് കളഞ്ഞതൊന്നുമല്ല. അവക്കും ആളുണ്ടെന്ന് കാർത്തിയായനെ ഒന്ന് അറിയണം. എന്നാ നീ ചെല്ലടി, കുറച്ചൊന്ന് പൊറുക്ക്. 1-2 ദിവസം ഞാൻ അവിടെ പോയി നിന്ന എന്താ കുഴപ്പം? നിനക്ക് കള്ളുകാർത്തിയുടെ പെരേ പോയി പൊറുക്കണോ അല്ലടി? അവളെ അങ്ങനെ ഒരുത്തിയുടെ പൊരേ കൊണ്ട് വിട്ടപ്പോ ഈ അപമാനം ഒന്നും തോന്നിയില്ലല്ലോ. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? എന്നെ തല്ലുവോ കൊല്ലുവോ എന്ത് വേണേലും ചെയ്തോട്ടെ. നാളെ ഞാൻ അവളെ കാണാൻ പോകും. നീ വീടിന്റെ പടിയിറങ്ങി നിന്റെ കാല് ഞാൻ ചവിട്ടി ഓടിക്കും. ഒരുത്തികളും ഈ വീടിന്റെ പുറത്തു പോവില്ല. കള്ളുകാർത്തിനായിട്ട് പുറയിലേക്ക് ഇവിടുന്ന് ആരെങ്കിലും പോയെന്നറിഞ്ഞ ഒന്നിനെയും ബാക്കി വെച്ചേക്കില്ല. നീ അമ്മയെ വിളിച്ചോണ്ട് പോ. അമ്മേ വാ, പോ. ദുഷ്ടനാ നിങ്ങള്, ദുഷ്ടൻ. അമ്മേ വാ, വാ അമ്മേ. അല്ലേ കാർത്തിയാനിയുടെ പുറയില് പൊറുക്കാൻ. അച്ഛന്റെ സമ്മതം വാങ്ങാൻ നിക്കണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ? അങ്ങനെ ഇങ്ങനെ ഉറഞ്ഞതുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചതാണോ? ഇവിടെ ആരും അച്ചുവേച്ചെ കാണാൻ പോകുന്നത് അച്ഛൻ ഇഷ്ടമല്ല. ഇനി നമ്മളാരും അച്ചുവേച്ചെ കാണാൻ പാടില്ലെന്ന വാശിയില്ല അച്ഛൻ. പ്രസവ സമയത്ത് പോലും ഞാൻ കൂടെ വേണ്ടെന്നാണോ അങ്ങേര് പറയുന്നത്? അച്ഛനമ്മയെ കൊണ്ടുപോകുന്നാണോ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത്? ഒരിക്കലും അച്ഛൻ അതിന് തയ്യാറാവില്ല. അച്ഛൻ മനസ്സിൽ കാണുന്നത് എന്താണെന്ന് പറഞ്ഞതല്ലേ? അച്ചുവേച്ചി പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെ അച്ഛൻ പങ്കുവെക്കും. 2 കൂട്ടർക്കും നല്ല കാശ് വാങ്ങി വിൽക്കുകയും ചെയ്യും. കുഞ്ഞിനെ അതിന്റെ അച്ഛന്റെ ആളുകൾ കൊണ്ടുപോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ അവളെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? ഇപ്പൊ അച്ഛനെ അച്ഛന്റെ വഴിക്ക് വിടുന്നതാ നല്ലത്. അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെ നടക്കട്ടെ. സമയമാകുമ്പോ അച്ചുവേച്ചി രക്ഷപ്പെടും, അതിലെനിക്ക് ഉറപ്പുണ്ട്. അച്ചുവേച്ചിക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ അറിയാമെങ്കിൽ വളർത്താനും അറിയാം. ഇപ്പൊ മണം പിടിച്ച് നടക്കുന്ന കഴുകന്മാരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ അച്ചുവേച്ചിക്ക് അറിയാം. അമ്മ സമാധാനായിട്ടിരിക്കും. കാർത്തിയാനി ചതിച്ചാരി മോളെ. ഞങ്ങള് പോകുന്നത് ആംബ്രോസ് റോഡിൽ വെച്ച് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞ ഉടൻ തന്നെ അവൾ അർച്ചനെ അവിടുന്ന് മാറ്റിക്കളഞ്ഞു. അർച്ചന ഇപ്പോ കാർത്തിയാനിയുടെ വീട്ടിൽ ഇല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? പറഞ്ഞിട്ട് ഇതുവരെ നിനക്കത് മനസ്സിലായില്ലേടി? തൽക്കാലത്തേക്ക് അടുത്ത ഏതെങ്കിലും വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിട്ട് കാണും. അത് മനസ്സിലാക്കിയ പിന്നീട് ഞാൻ അവിടെ ചെന്നത്. ആ സമയം കൊണ്ട് കാർത്തികനെ അവളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കാണും. ഇനി കാർത്തികനയുടെ വീട്ടിൽ അർച്ചനയെ താമസിപ്പിക്കില്ല. അവള് അച്ഛന്റെ കൈവിട്ടു പോയി. അർച്ചനെ അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് കാർത്തിയാനിക്ക് എന്താ നേട്ടം? അവള് ചെവളരാഘവന്റെ ആളല്ലേ?
SP അർച്ചനയെ കൊണ്ടുപോകാമെന്നാ അവള് വിശ്വസിച്ച് വച്ചിരിക്കുന്നേ. അച്ഛനല്ലേ ചതി കാണിച്ചത്? എന്തിനാ SP കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു? അയാൾക്കെന്തോ സംശയം തോന്നി എന്നെ അങ്ങോട്ട് വിളിച്ചത്. എന്ത് സംശയം? അത് പിന്നെ അർച്ചനയുടെ ഗർഭകഥ ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് അയാൾക്കൊരു സംശയം. അത് എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ചു വരുത്തിയിട്ട് അർച്ചനയെ പോയി കാണണമെന്ന് ആവശ്യപ്പെട്ട പിന്നെ ഞാനെന്ത് ചെയ്യും? എന്നെ പിടിച്ച് വണ്ടി കയറ്റി നേരെ തെന്മലയ്ക്ക് കൊണ്ടുപോവായിരുന്നു. കാർത്തിയാനി അറിയില്ലെന്ന് പറഞ്ഞ നിലയ്ക്ക് അച്ഛൻ എന്താ SP യോട് പറഞ്ഞത്? കാർത്തിയാനി പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് SP യോട് പറയാൻ പറ്റൂടി? ഞാൻ അങ്ങനെ പറഞ്ഞ അർച്ചനയെ കണ്ടുപിടിച്ച് ഞാൻ SP യുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തണം. അതിന് എനിക്ക് കഴിയാതെ വന്ന എന്നെ മാത്രമല്ല നിങ്ങളെ അയാൾ വേട്ടയാടും. സ്വന്തം മകന്റെ കുഞ്ഞ് മറ്റൊരുത്തിയുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അറിഞ്ഞ അയാളെ ഓട്ടോ ഓടുന്നേ. അർച്ചന കൈവിട്ടു പോയെന്നറിഞ്ഞ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. കാശ് മോഹിച്ച് ഞാനൊരു കള്ളക്കഥ പറഞ്ഞതാണെന്ന് SP യുടെ കാല് പിടിച്ചു പറഞ്ഞു. കാർത്തിയാനി പറഞ്ഞത് കൂടി ചേർത്ത് വായിച്ചപ്പോ ഞാൻ SP യെ കബളിപ്പിച്ചതാണെന്ന് അയാൾക്കും കൂടെ വന്ന വക്കീലിനും മനസ്സിലായി. പോരാത്തതിന് ചില സംശയങ്ങളുമായിട്ട് അയാൾ വന്നത്. എന്നിട്ട് അച്ഛനെ അയാളുടെ ആൾക്കാർ തല്ലിയല്ലേ? ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ കാര്യമല്ലേടി. അങ്ങനെ ഒരു കള്ളം പറയാൻ തോന്നിയതുകൊണ്ട് അത് അവിടെ തീർന്നു. ഒരു കുരുക്കിൽ നിന്ന് ഞാൻ തലയൂരി. എന്നാലിനി അർച്ചനെ അവളുടെ വഴിക്ക് വിടാല്ലേ? എന്നിട്ട് ഞാൻ കാർത്തിയാനിയുടെ മുമ്പിൽ കൂടെ തലയും കുനിച്ച് നടക്കണം അല്ലേടി? കാർത്തിയാനി അവളെ എത്ര ദിവസം ഒളിപ്പിച്ചു വയ്ക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഇനി അവളെ ചെവളയ്ക്ക് പിടിച്ചു കൊടുത്തതായിരിക്കൂ. പ്രസവകാലം എടുത്ത പെണ്ണിനെ ചെവള കൊണ്ട് പോവില്ല. പ്രസവം കഴിഞ്ഞ് കൊടുക്കാൻ തന്നെയാ അവളുടെ പദ്ധതി. എന്നോട് കളിച്ച് ജയിക്കാമെന്ന് തോന്നൽ തെറ്റായി പോയെന്ന് കാർത്തിയാനി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അർച്ചനയെ കണ്ടുപിടിച്ച് ഞാൻ SP ക്ക് കൈമാറുക തന്നെ ചെയ്യും. രാജപ്പൻ വാക്കിന് വില കൽപ്പിക്കുന്നവനാണെന്ന് അന്നേരം SP മനസ്സിലാക്കും. എനിക്കത് ബോധ്യപ്പെടുത്തി കൊടുത്തേ തീരൂ. ഡേ, വെള്ളം ചൂടാക്കി വെച്ചോടേ. എന്താടി നിന്റെ നാവ് താണു പോയോ? എങ്കിലും അർച്ചനയോട് നിങ്ങൾ ഈ ക്രൂരത കാണിക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ മക്കളെ പോലെ ഒരു പെണ്ണല്ലേ അവളും. മനുഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ല. എന്റെ മക്കൾ എന്നോട് ചോദിച്ചത് ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുക. ആരെങ്കിലും കൂടുതൽ പണം കൊടുക്കാന്ന് പറഞ്ഞ നിങ്ങൾ അവരെ വിൽക്കില്ലേ എന്ന്. അവർക്ക് അർച്ചന കൂടപ്പിറപ്പാ. അവര് ചോദിച്ചാൽ എന്താ തെറ്റ്? ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം. നിങ്ങൾ തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടല്ലേ ഞാൻ ജീവിച്ചത്. നിങ്ങളുടെ വാക്ക് വിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? അവളെ ചെന്നൊന്ന് കാണണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു മഹാപാപമാണോ? അവൾക്ക് ദൈവം നന്മയുള്ളൊരു മനസ്സ് കൊടുത്തിട്ടുണ്ട്. ഇതവളുടെ പരീക്ഷണ കാലമാ. അവളിത് മറികടക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം എന്നൊരു ശക്തി? നിങ്ങൾ കാത്തിരുന്നു. കാലം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അത് നിന്റെ തോന്നലാടി. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിലൂടെ മാത്രമേ ഞാൻ എന്നും പോയിട്ടുള്ളൂ. അതിന്റെ പേരിൽ നാളെ എന്ത് സംഭവിച്ചാലും ഞാൻ പശ്ചാത്തപിക്കലടി. കരയല്ല മോളെ, അച്ചുവേച്ചിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും അവരെയും കൂട്ടി പോവാൻ അച്ഛന് തോന്നിയല്ലോ. ഒരു കണക്കിന് അത് നല്ലതല്ലേ?
ഇനി അവര് കുഞ്ഞെന്ന ആവശ്യവുമായി അച്ചുവേച്ചിയെ തിരക്കി വരില്ലല്ലോ. അച്ചുവേച്ചി ഇപ്പൊ കാർത്തികനയുടെ വീട്ടിലുണ്ടാവുന്നാണോ നീ കരുതുന്നത്? അച്ചുവേച്ചിയെ അടുത്തേതോ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്നാ അച്ഛൻ പറയുന്നത്. ഇപ്പൊ കൂട്ടിക്കൊണ്ടുവന്നു കാണും. നീ കാർത്തികനയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചേ. ഇത്രയും പ്രശ്നം ഉണ്ടായ നിലയ്ക്ക് അവര് ഫോൺ ചേച്ചിക്ക് കൊടുക്കില്ല മോളെ. ചേച്ചി നീ ഒന്ന് വിളിച്ചു നോക്ക്. റിങ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഹലോ, കാർത്തിനി ചേച്ചി, നീ ആരാ? ഞാൻ രേവതിയാ, അച്ചുവേച്ചിയുടെ അനിയത്തി. ഒരച്ചുവേച്ചി. ഫോൺ വെച്ചിട്ട് പോവണ്ടേ? അവര് കോള് കട്ട് ചെയ്തു. അച്ചുവേച്ചി അവിടെ ഉണ്ടോന്നറിയാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. നാളെ ഇന്ദുവിനെ കാണുമ്പോ ചോദിക്കാം. അവളവിടെ പോയിട്ടൊന്ന് വിളിക്കാൻ പറയാം. ഇനി അതല്ലേ വഴിയുള്ളൂ. നീ പറഞ്ഞ പോലെ അച്ചുവേച്ചി അവിടെ ഉണ്ടെങ്കിൽ SP കൊണ്ടുള്ള ശല്യം തീർന്നു. ഇനി അച്ചുവേച്ചിക്ക് ശല്യമാവാൻ പോകുന്നത് അച്ഛനാ. അച്ഛനവര് വീട്ടിൽ കയറ്റിട്ട് വേണ്ടേ? വന്നു വല്ലതും കഴിച്ചിട്ട് പോ പിള്ളേരെ. പാവം, അമ്മയ്ക്ക് ഇതുവരെ ഒന്നും അറിയില്ല. പലഹാരം ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുവോ. നീ വാ. അച്ഛൻ വന്നില്ലേ അമ്മേ? ഇല്ല. ആ പെൺകുട്ടി ഏത് നാട്ടുകാരിയാണെന്നാ മോള് പറഞ്ഞേ? ഏത് പെൺകുട്ടിയുടെ കാര്യമേ? നിങ്ങളൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ? കുഞ്ഞിനെ സ്വീകരിക്കലല്ല, പ്രസവിക്കുകയാണെന്ന് വേണം പറയാൻ. ഞങ്ങൾക്കത് അങ്ങനെ തന്നെയാ. അതിനെ തരം താഴ്ത്തി കാണാൻ ആര് ശ്രമിച്ചാലും ഞാൻ കേട്ടിരിക്കില്ല. അതിന് നീ വയലന്റ് ആവുന്ന എന്തിനാ? ഞാനൊന്ന് അന്വേഷിച്ചെന്നല്ലേ ഉള്ളൂ. സുധി പ്ലീസ്. തമിഴ്നാട് അമ്മ അവളുടെ സ്ഥലം. പേരമ്മാളു. ഞാൻ പറഞ്ഞത് സത്യവാ. 17 വയസ്സേ അവക്കുള്ളൂ. കാഴ്ചയിൽ എങ്ങനെയാ മോളെ? ആരും കുറ്റം പറയില്ല. ഞങ്ങളുടെ കുഞ്ഞിന് സൗന്ദര്യം കുറഞ്ഞു പോകുന്നുള്ള പേടിയാവും അമ്മയ്ക്ക്. ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. അല്ല, നീ എന്തിനാ എന്നോട് ഇങ്ങനെ തട്ടിക്കയറുന്നേ? അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണ്ടെന്നാണോ? അവളെപ്പറ്റി അമ്മ ഒന്നും അറിയരുതെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അമ്മയുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല. കുഞ്ഞു മാത്രമേ ഉള്ളൂ. അതിന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ടത് ഇവളെയാ.